വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു ചെറിയ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എൻ്റെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അവരെ പല്ലൊക്കെ തേപ്പിച്ച് ചായ കൊടുത്ത് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ചെക്കന്മാരൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് വോട്ട് ചോദിച്ചിട്ടും അതേപോലെ തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉച്ചയായപ്പോഴേക്ക് എത്തി കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല അടിപൊളി വീടാട്ടോ. ഇതേപോലത്തെ ഒരു ബേവിഞ്ചൊക്കെ എൻ്റെ മനസ്സിൽ ഉള്ളൊരു സാധനമാണ്. ഇനി വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്തത് ഫുഡ് ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തറവാട്ടിലെത്തിയപ്പോഴേക്കും അഗ്ഗു ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും വൈകുന്നേരമായപ്പോൾ വീണ്ടും എനിക്കൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് ആകാശിൻ്റെ റിസപ്ഷനായിരുന്നു. ഇന്ന് നിലമ്പൂർ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ പൂക്കുടുംപാടത്ത് പിണറായി വിജയൻ എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നല്ല കട്ട ബ്ലോക്കായിരുന്നു. ഞങ്ങൾ 5:30 എത്തേണ്ട ഞങ്ങൾ ശരിക്കും എത്തിയപ്പോഴേക്കും 6:30 ആയി കേട്ടോ. അപ്പോഴും ചെക്കനും പെണ്ണും ഒന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം അവർ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് കുറേ നേരം ലാഗ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങി. ആകാശും ആര്യയൊക്കെ എത്തി കേട്ടോ. നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു. അതുപോലെ സ്റ്റേജ് ഡെക്കറേഷനും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എൻട്രി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അക്ഷയൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ഡയറ്റില്ലാന്നൊക്കെ പറയുന്നേ, പക്ഷെ നമുക്ക് ഡയറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ പാനിപ്പൂരീൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, സ്വീറ്റ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമൽ, അജയ് അങ്ങനെ കുറച്ച് പേര് വരാത്തവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് അമലിൻ്റെ അമ്മയാട്ടോ. അമ്മയും അനിയത്തിയും പപ്പയൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കര ഇമോഷണലായി, കാരണം നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.